നമ്മുടെ കോളേജിൽ നിന്ന് നേച്ചർ ക്ലബിന്റെ വകയായിട്ട് ഒരു ക്യാമ്പ് വള്ളക്കടവ് ഫോറസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റിലോട്ടൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ട്രക്കിങ്ങിന് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന ടൈമിൽ ഒരു ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ കാരണം മൃഗങ്ങളെ ഒന്നും അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോറസ്റ്റിലെ ഓഫീസേഴ്സൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ദേവിക മാം. നമ്മളെ ട്രക്കിങ്ങിനുണ്ടായത് ഈ മാമും പിന്നെ അവിടുത്തെ വേറെയും ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അതായത് അവിടെ ഒരു പാട് കണ്ടു ആ മരത്തിൽ. അത് പുലി വന്ന് മാന്തിയ പാടാണെന്നും മറ്റ് ടൈഗേഴ്സിന് ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്നുള്ള ഒരു മാർക്കും കൂടിയാണെന്നൊക്കെയാണ് മാം നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ആണെങ്കിലും നമ്മൾ കാട്ടിനകത്തൂടെ ഒത്തിരി നേരം ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും ഒന്ന് ടയേർഡൊക്കെ ആയി. പിന്നെ ഓരോ മരങ്ങളെ പറ്റിയിട്ടും അവിടെ കണ്ടിരുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ, നമുക്കങ്ങനെ ഫോറസ്റ്റിനെ പറ്റിയിട്ട് അധികം അറിയത്തില്ലല്ലോ. പക്ഷെ അവർ നല്ല രീതിക്ക് തന്നെ അത് നമുക്ക് പറഞ്ഞൊക്കെ തന്നു. ആ കണ്ട ആളാണ് അക്ഷയ്. അവനിങ്ങനെ ഡാം പൊട്ടുന്ന കഥയും കാര്യങ്ങളും ഞങ്ങളിങ്ങനെ പല പല ഡിസ്കഷനിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ടുള്ള പ്രമോദ് എന്ന് പറയുന്ന സാറാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് തന്നെ സെറ്റ് ചെയ്ത് തന്നത്. പുള്ളിക്കാരനോട് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആണ് ഞങ്ങളെല്ലാവരും. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. ബൈ.